ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു Blackboard. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബൂട്ട് ചെയ്ത USB ഫ്ലാഷിനെ നമുക്ക് എങ്ങനെ നോർമൽ USB ആക്കാമെന്ന് നോക്കാം. നമുക്കിത് ഈസി ആയിട്ട് ഡിസ്ക് മാനേജ്മെൻറ്റ് എടുത്ത് അതുവഴി ഫോമാറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ബെലന എച്ചർ വെച്ച് ഫ്ലാഷ് ചെയ്ത USB ഡ്രൈവ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഡിസ്ക് മാനേജ്മെൻറ്റ് എടുക്കാനായി ദിസ് പി സിയിലെ മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സ്റ്റോറേജിൻ്റെ അകത്ത് ഡിസ്ക് മാനേജ്മെൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള സ്റ്റോറേജ് ഡിവൈസസിനെല്ലാം അവിടെ കാണിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് റിമൂവബിൾ ഡിസ്ക് 1 അതാണ് എൻ്റെ പെൻ ഡ്രൈവ്. അതിനാണ് ഞാൻ ഫോമാറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആ USB ഫോമാറ്റ് ചെയ്യേണ്ട പാർട്ടീഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോമാറ്റ് കൊടുക്കുക. അപ്പോൾ ഫോമാറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡേറ്റ എല്ലാം എറേസ് ആവുന്നുള്ള വാർണിംഗ് മെസ്സേജ് വരും. അതിൻ്റെ അകത്ത് നമ്മുടെ ഫയൽ സിസ്റ്റം ഏതാണെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്താൽ FAT32 ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓക്കെ കൊടുത്താൽ നോർമലി ഫോമാറ്റ് ആകുന്നതാണ്. പക്ഷേ എനിക്ക് ഈ കേസിൽ ഫോമാറ്റ് ആകുന്നില്ല. കണ്ടോ, സിസ്റ്റം കനോട്ട് ഫൈൻഡ് ദ സ്പെസിഫൈഡ് ഫയൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് ഫോമാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം. ഇനി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ ഡിസ്ക്പാർട്ട് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഡിസ്ക്പാർട്ട് എടുക്കുന്നതിനായി സെർച്ചിൽ റൺ എന്ന ഓപ്ഷൻ എടുക്കുക. റണ്ണിൻ്റെ അകത്ത് ഡിസ്ക്പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവുന്നതാണ്. ഇപ്പം നമ്മുടെ diskpart.exe പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ USB കാണിക്കുന്നില്ല, അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യുന്നില്ല. സ്റ്റോറേജ് ഡിവൈസ് എൻ്റെ ഹാർഡ് ഡിസ്ക് മാത്രമാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അത് USB ഡ്രൈവ് ഇൻസേർട്ട് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ USB ഡ്രൈവ് ഞാൻ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി ലിസ്റ്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ഡിസ്ക് എന്നുള്ള ഓപ്ഷൻ തന്നെ ടൈപ്പ് ചെയ്യുക, ദെൻ എൻ്റർ ചെയ്യുക. അപ്പോൾ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രീവിയസ് ആയിട്ട് ടൈപ്പ് ചെയ്ത കമാൻഡ് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്താൽ മതിയാകും. ദെൻ അതിനകത്ത് ഡിസ്ക് 1 ആണ് എൻ്റെ USB ഡ്രൈവ്. ഇനി നെക്സ്റ്റ് സെലക്ട് ഡിസ്ക് 1. ആ ഡിസ്കിനെ സെലക്ട് ചെയ്യാനായിട്ട് കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഡിസ്ക് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ എന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ അവിടെ എറർന്ന് കാണിച്ചു. അതെൻ്റെ USB ഡിസ്കണക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ എറർന്ന് കാണിച്ചത്. അതുകൊണ്ട് ഒന്നുകൂടെ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഞാൻ ക്ലീൻ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ക്ലീൻ എന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പം അത് ക്ലീനിങ് സക്സീഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് പാർട്ടീഷൻ ഞാൻ കൊടുക്കാൻ പോവാണ്. ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് പാർട്ടീഷൻ. ദെൻ പ്രൈമറി ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈമറി എന്ന് കൊടുത്തു. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ ചെയ്യുക. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ആയി. അതിൽ ഞാൻ സക്സീഡായി. ഇനി നമുക്ക് ഫോമാറ്റ് ചെയ്യാം. ഞാൻ ഫോമാറ്റ് ഓപ്ഷൻ FAT32 ഓപ്ഷനാണ് കൊടുക്കുന്നത്. ദെൻ ക്വിക്കായിട്ട് ചെയ്യാൻ ക്വിക്ക് ഫോമാറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അതിന് ഫോമാറ്റ് FS FAT32 ക്വിക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പം ഡിസ്ക് പാർട്ട് സക്സസ്ഫുള്ളി ഫോമാറ്റഡ് ദ വോളിയം 100% കംപ്ലീറ്റ് ആയി. ഇപ്പോൾ എൻ്റെ USB ഡ്രൈവ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അത് ഫുള്ളി ഫോമാറ്റഡ് ആണിപ്പോൾ.